ഡ്രഡ്ജർ കുറച്ച് മാറ്റിയതിന് ശേഷം ട്രക്ക് ഉയർത്താനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ടോ? ഇപ്പോൾ മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ അവിടെ? സുജിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 71 ദിവസം മുമ്പത്തെ ആ കനത്ത മഴയിലാണ് ഈ അർജുൻ്റെ വാഹനം ഈ മണ്ണിടിച്ചിൽപ്പെട്ട് ഈ പുഴയുടെ ഗംഗാവലി പുഴയുടെ അടിഭാഗത്തേക്ക് പോയത്. അതേപോലെ തന്നെ ഇപ്പോൾ ആ മൃതദേഹം അതോടൊപ്പം തന്നെ ഈ ട്രക്കും മുകളിലേക്ക് എടുക്കുന്ന ആ ഘട്ടത്തിലും ഇതാ ഇപ്പോൾ കനത്ത മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു. പ്രകൃതി തന്നെ ഒരേപോലെ തന്നെ അതിൻ്റെ അതേ രീതിയിൽ തന്നെ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മഴ ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ തെരച്ചിൽ പോലും സാധ്യമാകില്ല എന്നായിരുന്നു കരുതിയത്. പക്ഷേ ആ തെരച്ചിൽ സാധ്യമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ അർജുൻ്റെ ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ ദിശാബോധം കൈവന്നത് ഒരു പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും. പ്രത്യേകിച്ച് നാവികസേന അംഗങ്ങൾ ഇവിടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ദ്രപാൽ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നു. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൃത്യമായ ഏകോപനവും അതോടൊപ്പം തന്നെ ദിശാബോധവും ഉണ്ടായത്. ഏതായാലും അതിനുശേഷം നടത്തിയിരിക്കുന്ന തെരച്ചിൽ, അതായത് കോൺടാക്ട് പോയിന്റ് 3ഉം 4ഉം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തി. അതിന് പിന്നാലെ നാവികസേന മാർക്ക് ചെയ്ത 2 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തി. അതിനുശേഷമാണ് ഈ കോൺടാക്ട് പോയിന്റ് 2 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചത്. ഇതിനിടയിലാണ് കനത്ത മഴ പെയ്യുന്നത്. അതോടൊപ്പം തന്നെ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. അർജുൻ്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ച് ഡിങ്കി ബോട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി അടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കണം. അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട്. DNA പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നതാണ്. ഏതായാലും മനാഫ് അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞത് ഈ മൃതദേഹമില്ലാതെ ഞാൻ നാട്ടിലേക്ക് തിരികെ പോകില്ല എന്നുള്ള കാര്യം കൂടിയാണ്. അത് അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ, അതായത് തിരച്ചിലിൻ്റെ ആദ്യഘട്ടം മുതൽ നമുക്ക് പ്രതീക്ഷയായി നിന്ന ഈശ്വർ മാൽപ്പെ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടതാണ്. കാരണം ഇനി അർജുനെ കണ്ടെത്താൻ കഴിയില്ലേ എന്നുള്ളൊരു സംശയം നമ്മളിൽ ബലപ്പെട്ടതാണ്. പക്ഷേ ഏതായാലും അത്രയുമൊക്കെ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ ഈ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അർജുൻ്റെ ട്രക്ക് ഈ ഗംഗാവലി പുഴയിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആ ട്രക്കിൻ്റെ ക്യാബിൻ ഭാഗം ഏതായാലും പുറത്തെത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും മറുഭാഗത്തേക്ക് എത്തിച്ചതിന് ശേഷം, അതായത് ട്രഡ്ജറിൻ്റെ മറുഭാഗത്തേക്ക് എത്തിച്ചതിന് ശേഷം മുകൾ ഭാഗത്തേക്ക്, അതായത് ട്രഡ്ജറിലേക്ക് എത്തിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ വൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് മനാഫ്, അതോടൊപ്പം തന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവരടക്കം ഇവിടെയുണ്ട്. ഈ കാഴ്ച കാണാൻ ഒരു പക്ഷേ അഞ്ജു ഇന്നലെ രാവിലെ ഇവിടുന്ന് മടങ്ങിയില്ലായിരുന്നെങ്കിൽ വളരെ വൈകാരികമായ ഒരു നിമിഷങ്ങൾക്ക് പോലും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു എന്നതാണ്. നമ്മൾ ആ ഘട്ടത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ജുവിനോട്, അഞ്ജു ഇവിടെ നിൽക്കരുത്, മാറിപ്പോകണം എന്നുള്ള കാര്യം നമ്മൾ അവരോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ പോലും ഇത്തരത്തിലൊരു നിമിഷത്തിൽ വൈകാരികമായി ഇടപെടുകയും അതോടൊപ്പം തന്നെ സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു പക്ഷേ പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്തരമൊരു ഘട്ടത്തിൽ അർജുവിൻ്റെ ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുടെയും സ്ഥിതി എന്തായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഏതായാലും 71 ദിവസങ്ങൾക്ക് ശേഷം അർജുൻ്റെ മൃതദേഹവും അതോടൊപ്പം തന്നെ അർജുൻ്റെ ട്രക്കും ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡ്രഡ്ജറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ മൃതദേഹ ഭാഗം പുറത്തെടുത്തു. ക്യാബിനുള്ളിലായിരുന്നു മൃതദേഹ ഭാഗം ഉണ്ടായിരുന്നത്. അർജുൻ്റെ മൃതദേഹത്തിൻ്റെ ഒരു ഭാഗമാണ് ക്യാബിനിൽ നിന്ന് കിട്ടിയത്. അത് അർജുൻ തന്നെയാണ് എന്ന് മനാഫും ജിതിനും പറയുന്നു. ഇനിയിപ്പോൾ പരിശോധനകൾ നടത്തണം. അഭിലാഷ്, അർജുൻ്റെ മൃതദേഹ ഭാഗമാണ് ക്യാബിനിൽ നിന്ന് കിട്ടിയത്. മറ്റു ഭാഗങ്ങൾ ലോറിക്കുള്ളിലുണ്ടോ എന്നറിയുന്നതിന് കരയിലേക്ക് എത്തിക്കണം. അതിനുള്ള ശ്രമങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകുമോ? ലോറി ഇന്ന് തന്നെ കരയ്ക്കെടുക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? തീർച്ചയായിട്ടും ട്രക്കിൻ്റെ ഭാഗം വീണ്ടും ഉയർത്തുന്നു. പ്രധാനമായും നേരത്തെ ഉയർത്തിയ സമയത്ത് ഒരു പക്ഷേ അതിൻ്റെ ഹൂക്ക് ഇളകി പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ താഴോട്ട് മാറ്റിയതിന് ശേഷം വീണ്ടും ഹൂക്ക് ചെയ്ത് ഇപ്പോൾ മുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ട്രക്കിൻ്റെ ക്യാബിൻ്റെ അടിഭാഗത്ത്, അതായത് ചക്രങ്ങളുടെ ഭാഗത്താണ് ഇപ്പോൾ ഹൂക്ക് ചെയ്തിരിക്കുന്നത്. ഇത് മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. വൈകാരികമായി തന്നെ മനാഫ് ഇത് പുറത്തേക്ക് എത്തിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് വൈകാരികമായ ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ ഈ ട്രക്ക് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രക്ക് ഇപ്പോൾ മുകളിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജറിൻ്റെ മുൻഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. ഈ ട്രക്ക് ക്യാബിൻ ഇപ്പോൾ ഈ ക്രെയിനിൽ കുരുക്കി നിർത്തിയതിന് ശേഷം ഇപ്പോൾ ഡ്രഡ്ജർ തിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഹിറ്റാച്ചി ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ചും അതിനെ തിരിച്ച് ഈ മറുഭാഗത്തേക്ക് ഈ ക്യാബിൻ എത്തിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു. പ്രധാനമായും ഇതിൻ്റെ ഡ്രഡ്ജറിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ്. കാരണം ഈ മധ്യഭാഗത്തേക്കാണ് ഇത്തരം
സാധനങ്ങൾ സൂക്ഷിക്കാനൊക്കെയുള്ള സ്പേസ് ഉള്ളത്. അവിടേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും സാഹസം നിറഞ്ഞ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു ഇത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രകൃതി തന്നെ എതിരായി നിൽക്കുന്ന ഘട്ടത്തിൽ അതിനെയൊക്കെ മറികടന്നു വേണ്ടിയിരുന്നു ഈ ട്രക്ക് കണ്ടെത്താനും അതോടൊപ്പം തന്നെ മുകളിലേക്ക് എത്തിക്കാനും. ഒരുപാട് പ്രതിബന്ധങ്ങളെ മറികടക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ 71 ദിവസങ്ങളായി നമ്മുടെ അനുഭവമാണ്. ഇതിൻ്റെ തുടക്കം മുതൽ നമ്മൾ ഇതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കൂടിയായിരുന്നു.